Welcome, my dear students. Today, you are going to learn treatment of accumulated profit and loss at the time of admission of a partner. Also, revaluation of assets and liabilities. Adjustment for accumulated profits and losses. ഒരു പുതിയ പാർട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതുവരെ കൂട്ടിവെച്ചിരിക്കുന്ന ലാഭമോ നഷ്ടമോ വല്ലതും ഉണ്ടെങ്കിൽ ആ ലാഭമോ നഷ്ടമോ പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അല്ല എങ്കിൽ പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ പാർട്ണർക്കും അതിൻ്റെ ഒരു ഷെയർ കൊടുക്കേണ്ടതായിട്ട് വരും. നോക്കാം. ഫസ്റ്റ് എൻട്രി for transferring accumulated profit or general reserve or profit and loss account credit balance or profit and loss account shown on the liability side of balance sheet. Accumulated profit എന്നോ general reserve എന്നോ profit and loss account credit balance എന്നോ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഐറ്റം തരികയോ ചെയ്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി profit and loss account debtor, general reserve account debtor to old partners capital in their old ratio. Second, for transferring accumulated loss or profit and loss account debit balance or profit and loss account shown on the asset side of balance sheet. Journal entry, old partners capital account debtor to profit and loss account in their old ratio. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇല്ലുസ്ട്രേഷനാണ്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 1. A and B are partners in a firm sharing profits in the ratio of 2:1. On April 1, 2019, they admit C as a new partner. On that date, there was a balance of Rs 12,000 in general reserve and a debit balance of Rs 6,000 in the profit and loss account of the firm. Pass necessary journal entries regarding adjustment of accumulated profit or loss. ഇപ്പോൾ ഇവരുടെ റേഷ്യോ 2:1 ആണ്. അഡ്മിഷൻ സമയത്ത് ദർ വാസ് എ ബാലൻസ് ഓഫ് 12,000 ഇൻ ജനറൽ റിസർവ്. ജനറൽ റിസർവിൽ 12,000 റുപ്പീസ് ബാലൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ജനറൽ റിസർവ് എന്ന് പറയുന്നത് കൂട്ടിവെച്ച ലാഭമാണ്. ഇപ്പോൾ കൂട്ടിവെച്ച ലാഭം ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 12,000 ടു എസ് ക്യാപിറ്റൽ 8,000 ടു ബീസ് ക്യാപിറ്റൽ 4,000. 12,000 ഓൾഡ് റേഷ്യോ ആയ 2:1 ഡിവൈഡ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് ആൻഡ് എ ഡെബിറ്റ് ബാലൻസ് ഓഫ് 6,000 ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി ഫേം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ അത് കൂട്ടിവെച്ച നഷ്ടമാണ്. ഇപ്പോൾ കൂട്ടിവെച്ച നഷ്ടം ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 4,000 ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 2,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 6,000. ഇപ്പോൾ 6,000 ഓൾഡ് റേഷ്യോ ആയി 2:1 ട്രാൻസ്ഫർ ചെയ്യാം. നെക്സ്റ്റ് റീവാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. ഒരു പുതിയ പാർട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുതിയ പാർട്ണർക്ക് ആ ബിസിനസ്സിലുള്ള അസറ്റിൻ്റെ ഒരു പങ്കിന് അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അസറ്റുകളും അതുപോലെ തന്നെ ലാബിലിറ്റീസും ഒരു പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് റീവാല്യൂ ചെയ്ത് പുതിയ വിലയിലേക്ക് കൊണ്ടുവരണം. ബുക്കിൽ കാണുന്ന വില യഥാർത്ഥ വിലയായിരിക്കണം എന്നില്ല. ഇപ്പോൾ ബുക്കിലുള്ള വിലയും യഥാർത്ഥ വിലയും തമ്മിൽ കമ്പയർ ചെയ്ത് വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൂടുതലോ കുറവോ അഡ്ജസ്റ്റ് ചെയ്ത് അസറ്റും ലാബിലിറ്റിയും പുതിയ വിലയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ പുതിയ വിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഡിഫറൻസ് ബുക്കിൽ കാണുന്ന വിലയും ആക്ച്വൽ വിലയും തമ്മിലുള്ള ഡിഫറൻസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അക്കൗണ്ടാണ് റീവാല്യുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട്. ഇപ്പോൾ റീവാല്യുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കി അസറ്റിൻ്റെയോ ലാബിലിറ്റിയുടെയോ വില കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൂടുതലായി വന്ന അല്ലെങ്കിൽ കുറവ് വന്നിരിക്കുന്ന വില റീവാല്യുവേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് റീവാല്യുവേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. റീവാല്യുവേഷൻ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യാം. നോക്കാം. ഓൺ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ ഓൾ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് മസ്റ്റ് ബി റീവാല്യൂഡ് and these must be shown at their true values. Changes in the value of assets and liabilities on revaluation are transferred to a separate account called revaluation account. Finally,
the balance of revaluation account is transferred to old partners capital account in old ratio. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് പഠിക്കാൻ വേണ്ടി നമുക്ക് ബേസിക്കായിട്ട് അറിയുന്ന ഒറ്റ കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. അസറ്റിന് സാധാരണ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ലാബിലിറ്റിക്കും ക്യാപിറ്റലും സാധാരണ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ അസറ്റിന് സാധാരണ ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ അസറ്റിൻ്റെ വില കൂടിയിട്ടുണ്ടെങ്കിൽ അസറ്റിൻ്റെ വില കൂട്ടാൻ വേണ്ടി അസറ്റിനെ വീണ്ടും ഡെബിറ്റ് ചെയ്യുക. ഇപ്പോൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് റീവാലുവേഷൻ. അതുപോലെ അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അസറ്റിൻ്റെ വിലയില്ല, പുതുതായിട്ടൊരു അസറ്റ് വരികയാണ്. ഇപ്പോൾ 0 വിലയിൽ നിന്നും പുതിയ വിലയിലേക്ക് വരുന്നു, അതും ഇൻക്രീസ് ഇൻ അസറ്റിന് സമമാണ്. അതുകൊണ്ട് തന്നെ അതും ഡെബിറ്റ് ചെയ്യാം. ഇപ്പോൾ ക്രെഡിറ്റ് വരുന്നത് റീവാലുവേഷൻ. അതുപോലെ അസറ്റിന് സാധാരണ ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അസറ്റിൻ്റെ വില കുറക്കണമെങ്കിൽ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അസറ്റിൻ്റെ വില കുറയുമ്പോൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇപ്പോൾ ഡെബിറ്റ് ചെയ്യുന്നത് റീവാലുവേഷൻ. സെയിം ലാബിലിറ്റിക്ക് സാധാരണ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇപ്പോൾ ലാബിലിറ്റിയുടെ വില കൂട്ടണമെങ്കിൽ ലാബിലിറ്റിയെ വീണ്ടും ക്രെഡിറ്റ് ചെയ്യാം. അതുപോലെ അൺറെക്കോർഡ് ലാബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും ക്രെഡിറ്റ് ചെയ്യാം. ഡിക്രീസ് ഇൻ ലാബിലിറ്റി ആണെങ്കിൽ ലാബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യേണ്ടത് റീവാലുവേഷൻ. ഇത്തരത്തിലാണ് ജേണൽ എൻട്രീസ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിൻ്റെ വില കൂടുമ്പോൾ അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ അസറ്റിൻ്റെ വില കൂട്ടണമെങ്കിൽ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ജേണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് അറ്റഡ് ടു റീവാലുവേഷൻ. നെക്സ്റ്റ്, റിഡക്ഷൻ ഇൻ വാല്യൂ ഓഫ് അസറ്റിൻ്റെ വില കുറയുമ്പോഴും അസറ്റിന് സാധാരണ ഡെബിറ്റ് ബാലൻസ് ആണ്. ഇപ്പോൾ വില കുറക്കണമെങ്കിൽ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യാം. ഇപ്പോൾ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് അറ്റഡ് ടു അസറ്റ് അക്കൗണ്ട്. ഇനി മൂന്നാമത്തത് ഇൻക്രീസ് ഇൻ ലാബിലിറ്റിക്ക് സാധാരണ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇപ്പോൾ ബാലൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിലിറ്റിയെ വീണ്ടും ക്രെഡിറ്റ് ചെയ്യുക. ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ലാബിലിറ്റി. ഡിക്രീസ് ഇൻ ലാബിലിറ്റിയുടെ വില കുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലാബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യുക. ലാബിലിറ്റി അക്കൗണ്ട് അറ്റഡ് ടു റീവാലുവേഷൻ. നെക്സ്റ്റ്, അൺറെക്കോർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ 0 വിലയിൽ നിന്നും പുതിയ വിലയിലേക്ക് വരുന്നു, അതും ഇൻക്രീസ് ഇൻ അസറ്റിന് സമമാണ്. ഇപ്പോൾ എൻട്രി അസറ്റ് അക്കൗണ്ട് അറ്റഡ് ടു റീവാലുവേഷൻ. അൺറെക്കോർഡ് ലാബിലിറ്റി അസറ്റ് പറഞ്ഞതുപോലെ തന്നെ പുതിയ ലാബിലിറ്റി ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ലാബിലിറ്റി. നെക്സ്റ്റ്, റീവാലുവേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. ബാലൻസ് വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പോൾ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഗെയിൻ ഓൺ റീവാലുവേഷൻ, ദാറ്റ് ഈസ് ക്രെഡിറ്റ് ബാലൻസ്, ഡെബിറ്റ് സൈഡിൽ കുറവും ക്രെഡിറ്റ് സൈഡിൽ കൂടുതലുമാണെങ്കിൽ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഗെയിന് അല്ലെങ്കിൽ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. നെക്സ്റ്റ്, ഫോർ ട്രാൻസ്ഫറിങ് ലോസ് ഓൺ റീവാലുവേഷൻ, ദാറ്റ് ഇസ് ഡെബിറ്റ് ബാലൻസ്, ഡെബിറ്റിൽ കൂടുതലും ക്രെഡിറ്റിൽ കുറവാണെങ്കിൽ അത് ലോസ് ആണ്. അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു റീവാലുവേഷൻ ഇൻ ദർ ഓൾഡ് റേഷ്യോ. നെക്സ്റ്റ്, റീവാലുവേഷൻ അക്കൗണ്ട്. A revaluation account is a nominal account prepared to bring the assets and liabilities to their present values. ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അസറ്റിൻ്റെയും ലാബിലിറ്റിയുടെയും വില പുതിയ വിലയിലേക്ക് പ്രസൻറ്റ് വിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. നീഡ് ഫോർ പ്രിപ്പയറിംഗ് റീവാലുവേഷൻ അക്കൗണ്ട്. ഫസ്റ്റ്, ടു ബ്രിങ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ടു ദർ പ്രസൻറ്റ് വാല്യൂ, ഓൾറെഡി പഠിച്ചു. നെക്സ്റ്റ്, ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് അറൈസിങ് ഔട്ട് ഓഫ് റീവാലുവേഷൻ. അപ്പോൾ അസറ്റ്സും ലാബിലിറ്റീസും റീവാല്യൂ ചെയ്യുമ്പോൾ ചില അസറ്റിൻ്റെ വില കൂടിയിട്ടുണ്ടാവും, ചില അസറ്റിൻ്റെ വില കുറഞ്ഞിട്ടുണ്ടാവും. സിമിലർലി ചില ലാബിലിറ്റിയുടെ വില കൂടിയിട്ടുണ്ടാവും, ചില ലാബിലിറ്റിയുടെ വില കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം നെറ്റ് ഇഫക്റ്റ് എന്താണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി കൂടിയാണ് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. നെക്സ്റ്റ്, റീവാലുവേഷൻ അക്കൗണ്ട് ഫോർമാറ്റ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ ഇൻക്രീസ് ഇൻ അസറ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്. ഇപ്പോൾ ഡിക്രീസ് ഇൻ അസറ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് ആയിരിക്കും. ഇപ്പോൾ ഡിക്രീസ് ഇൻ അസറ്റ് ഡെബിറ്റ് ആണെങ്കിൽ ഇൻക്രീസ് ഇൻ ലാബിലിറ്റി ഡെബിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അൺറെക്കോർഡഡ് ലാബിലിറ്റിയും ഡെബിറ്റ് ആയിരിക്കും. ഇനി ക്രെഡിറ്റ് സൈഡിൽ നോക്കിയാൽ ഡെബിറ്റ് സൈഡിൽ ഇൻക്രീസ് ഇൻ ലാബിലിറ്റി ഡെബിറ്റ് ആണ്. അപ്പോൾ ഡിക്രീസ് ഇൻ ലാബിലിറ്റി ക്രെഡിറ്റ് ആയിരിക്കും. അൺറെക്കോർഡ് അസറ്റും ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഡിക്രീസ് ഇൻ അസറ്റ്, ഇൻക്രീസ് ഇൻ ലാബിലിറ്റി, അൺറെക്കോർഡ് ലാബിലിറ്റി. ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഇൻക്രീസ് ഇൻ അസറ്റ്, ഡിക്രീസ് ഇൻ ലാബിലിറ്റി, അൺറെക്കോർഡ് അസറ്റ്.
അതിനുശേഷം റീവാലുവേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 2. A and B are partners sharing profits in 2:1. C is admitted for 1/4 share. He brings rupees 30,000 as capital. The balance sheet of A and B was as under. Balance sheet liability side creditors 6,000, bills payable 4,000, capital A 30,000, B 20,000. Asset side cash in hand 2,000, sundry debtors 8,000, stock 10,000, building 40,000. Total 60,000. Next, assets and liabilities are revalued as under. Stock valued at rupees 16,000 and building to be depreciated by 10%. A provision for bad debt is to be created at the rate of 5% on debtors. Creditors valued at 10% less and bills payable at 4,100. Record entries and show revaluation account. ഇപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നതിൽ എ ആൻഡ് ബി എന്ന് പറയുന്നത് രണ്ട് പാർട്ട്നേഴ്സാണ്. അവർ ഷെയർ ചെയ്യുന്നത് 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. സിയെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 1/4 ഷെയറാണ് സിക്ക് കൊടുക്കുന്നത്. സി കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 30,000 ആണ്. അപ്പോൾ സി ക്യാപിറ്റൽ 30,000 രൂപ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു സീസ് ക്യാപിറ്റൽ 30,000. പിന്നെ നമുക്കൊരു ബാലൻസ് ഷീറ്റ് തന്നു. ഇനി ബാലൻസ് ഷീറ്റിൽ വന്ന അസറ്റിനും ലാബിലിറ്റീസിലും വന്ന ചേഞ്ചസ് ആണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് rupees 16,000. സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് 16,000 രൂപയാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ സ്റ്റോക്കിൻ്റെ വിലയായിട്ട് പറയുന്നത് 10,000 ആണ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ വില 6,000 രൂപ കൂട്ടണം. പുതിയ വില 16,000 ആണ്, നേരത്തെയുള്ള വില 10,000 ആണ്. അപ്പോൾ 6,000 റുപ്പീസ് സ്റ്റോക്കിൻ്റെ വില ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റിൻ്റെ വില ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ഇപ്പം എൻട്രി വരുന്നത് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു റീവാലുവേഷൻ 6,000 ആൻഡ് ബിൽഡിംഗ് ടു ബി ഡിപ്രീഷിയേറ്റഡ് ബൈ 10%. ബിൽഡിങ്ങിൻ്റെ വില കുറക്കണം, ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടത്, കുറക്കുവാണ് വേണ്ടത്. 10%. 40,000 ആണ് ബിൽഡിംഗ് ഉള്ളത്. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 4,000 റുപ്പി വരും. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ വില 4,000 കുറക്കണം. അസറ്റിൻ്റെ വില കുറക്കാൻ വേണ്ടി അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽഡിംഗ് 4,000. നെക്സ്റ്റ്, എ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഈസ് ടു ബി ക്രിയേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 5% ഓൺ ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സായിട്ട് മൊത്തം തന്നിരിക്കുന്നത് 8,000 ആണ്. അതിൻ്റെ 5% പ്രൊവിഷൻ വെക്കണം. നമുക്കറിയാം പ്രൊവിഷൻ എന്ന് പറയുന്നത് ഡെറ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യുന്നതാണ്. അപ്പോൾ അസറ്റ് കുറയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ജേണൽ എൻട്രി വരുന്നത് റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്നാണ് എഴുതേണ്ടത്, ഡെറ്റേഴ്സ് എന്നല്ല. കാരണം പ്രൊവിഷൻ എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ലോസാണ്, പ്രതീക്ഷിക്കുന്ന ഒരു ലോസാണ്. ആ ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന തുകയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് ലെസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അതുപോലെ തന്നെ എഴുതുക. റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. 5% ഓൺ ഡെറ്റേഴ്സ് ആണ്. 8,000 5% 400 റുപ്പീസ്. നെക്സ്റ്റ്, ക്രെഡിറ്റേഴ്സ് വാല്യൂഡ് അറ്റ് 10% ലെസ്. ക്രെഡിറ്റേഴ്സിൻ്റെ വില 10% കുറവാണ് വാല്യൂ ചെയ്തത്. അപ്പോൾ 6,000 രൂപയാണ് ക്രെഡിറ്റേഴ്സ് ഉള്ളത്. ഇപ്പോൾ 10% ലെസ് ചെയ്യണം. ലെസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 600 റുപ്പീസ് ക്രെഡിറ്റേഴ്സ് കുറക്കണം. ഇപ്പോൾ ലാബിലിറ്റി കുറക്കണമെങ്കിൽ നമ്മുടെ ജേണൽ എൻട്രി ലാബിലിറ്റിയെ എന്ത് ചെയ്യണോ, ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? ലാബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ജേണൽ എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു റീവാലുവേഷൻ 10% ആണ്, ദാറ്റ് ഈസ് 600. ആൻഡ് ബിൽസ് പേയബിൾ അറ്റ് rupees 4,100. ബിൽസ് പേയബിളിൻ്റെ വില 4,100 ആണ്. ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത് 4,000 ആണ്. അപ്പോൾ ബിൽസ് പേയബിളിൻ്റെ വില 100 രൂപ കൂട്ടണം. അപ്പോൾ 100 രൂപ കൂട്ടണമെങ്കിൽ ലാബിലിറ്റിയാണ്, ലാബിലിറ്റി എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് പേയബിൾ 100 റുപ്പീസ്. 100 റുപ്പീസാണ് ആഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക. റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ എൻട്രി നോക്കി തയ്യാറാക്കുക, അല്ലെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ടിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് വെച്ച് അതേപോലെ ഡയറക്റ്റായിട്ട് തയ്യാറാക്കിയാലും മതി.
ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ നമുക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നത്. പ്രോഫിറ്റ് 2100 ആണ്. ഇപ്പോൾ 2100 പ്രോഫിറ്റ് കിട്ടുമ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ 1400 700. നെക്സ്റ്റ് റീവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കിയത് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് ₹16,000. സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് 16,000 രൂപയാണ്. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ സ്റ്റോക്കിൻ്റെ വിലയായിട്ട് പറയുന്നത് 10,000 ആണ്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ വില 6,000 രൂപ കൂട്ടണം. ഇൻക്രീസ് ഇൻ അസറ്റാണ്. അസറ്റിൻ്റെ വില കൂടുമ്പോഴും നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് പറഞ്ഞത്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ സ്റ്റോക്ക് 6,000. നെക്സ്റ്റ് ബിൽഡിങ്ങിൻ്റെ വില കുറയാണ് ചെയ്യുന്നത്, ഡിപ്രീഷിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അസറ്റിൻ്റെ വില കുറയുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ബിൽഡിംഗ് 4,000. നെക്സ്റ്റ് ഡെറ്റേഴ്സിൻ്റെ വില കുറക്കുകയാണ് വേണ്ടത്, പ്രൊവിഷൻ വെക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 400. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സിൻ്റെ വില കുറക്കണം. ക്രെഡിറ്റേഴ്സിൻ്റെ വില കുറക്കാൻ വേണ്ടി റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ക്രെഡിറ്റേഴ്സ് 600. നെക്സ്റ്റ് ബിൽസ് പേയബിളിൻ്റെ വില കൂട്ടണം 100 രൂപ. ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ടു ബിൽസ് പേയബിൾ 100. നെക്സ്റ്റ് റീവാലുവേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക 6,600. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2,100. അത് എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക 1,400 ആൻഡ് 700. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 3. Anju and Manju were in partnership who were sharing profits and losses equally. Their balance sheet as on 31st March 2012 was as follows. Liability side, capital account Anju 30,000, Manju 20,000. Creditors 30,000. Bills payable 3,000. Next asset side, cash 3,000, debtors 20,000, stock 40,000, furniture 5,000, plant and machinery 15,000, total 83,000. Sanju is admitted as a partner on 31st March 2012 on the following terms. First, Sanju will bring in ₹40,000 as his capital. Second, plant and machinery will be increased by ₹5,000. Third, furniture should be appreciated by 20%. Fourth, stock should be reduced by ₹3,000 and creditors be reduced by ₹1,000. Show entries, prepare revaluation account, capital account and the new balance sheet. ഇപ്പോൾ ഇവിടെ അഞ്ചു മഞ്ജു പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ഈക്വൽ ആയിട്ടാണ്, 1:1 ഉള്ള റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത്. അവരുടെ ബാലൻസ് ഷീറ്റ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത് സഞ്ജു വിൽ ബ്രിങ് ഇൻ 40,000 ആസ് ഹിസ് ക്യാപിറ്റൽ. ഇപ്പോൾ എൻട്രീസ് വരുന്നത് ആദ്യം സഞ്ജു ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴുള്ള എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സഞ്ജുസ് ക്യാപിറ്റൽ 40,000. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി വിൽ ബി ഇൻക്രീസ്ഡ് ബൈ 5,000. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വില 5,000 രൂപ കൂട്ടണം. ഇപ്പോഴും 15,000 ആണുള്ളത്, പുതിയ വില 20,000 ആക്കി മാറ്റണം. അപ്പോൾ 5,000 രൂപ പ്ലാന്റ് ആൻഡ് മെഷീനറി കൂട്ടണമെങ്കിൽ, അസറ്റിൻ്റെ വില കൂട്ടണമെങ്കിൽ ജേർണൽ എൻട്രി ആയിട്ട് വരുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ 5,000. നെക്സ്റ്റ് ഫർണിച്ചർ ഷുഡ് ബി അപ്രീഷിയേറ്റഡ് ബൈ 20%. അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്യുക, കുറക്കുക. അപ്പോൾ ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്, കൂട്ടാനാണ് പറയുന്നത്. ഫർണിച്ചറിൻ്റെ വില 20% കൂട്ടുക എന്ന് പറയുമ്പോൾ 5,000ൻ്റെ 20% 1,000 രൂപ കൂട്ടണം. ഇപ്പോൾ ഫർണിച്ചറിൻ്റെ വില കൂട്ടാൻ വേണ്ടിയിട്ട് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ 1,000. നെക്സ്റ്റ് സ്റ്റോക്ക് ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ 3,000. സ്റ്റോക്കിൻ്റെ വില 3,000 രൂപ കുറക്കണം. ഇപ്പോഴുള്ളത് 40,000 രൂപയാണ്. 3,000 കുറച്ച് കഴിഞ്ഞാൽ 37,000 റുപ്പീസ് ആയിരിക്കണം സ്റ്റോക്കിൻ്റെ പുതിയ വില. ഇപ്പോൾ 3,000 രൂപ സ്റ്റോക്കിൻ്റെ വില കുറക്കാൻ വേണ്ടിയിട്ട് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് 3,000. ക്രെഡിറ്റേഴ്സ് ബി റെഡ്യൂസ്ഡ് ബൈ 1,000. ക്രെഡിറ്റേഴ്സിൻ്റെ വിലയും 1,000 റുപ്പീസ് കുറക്കണം. അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ വില 1,000 റുപ്പീസ് കുറക്കാൻ വേണ്ടി ജേർണൽ എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഇത്രയാണ് ജേർണൽ എൻട്രീസ് വരുന്നത്. ഇനി റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കി അതിൻ്റെ പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി കൂടി ലാസ്റ്റിൽ നമുക്ക് ആഡ് ചെയ്യാം. അടുത്തത് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക.
ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ആദ്യം വരുന്ന ഐറ്റം പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വില ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതാണ് ആദ്യം വരുന്ന ഐറ്റം. പ്ലാന്റ് ആൻഡ് മെഷീനറി വിൽ ബി ഇൻക്രീസ്ഡ് ബൈ ₹5,000. ഒന്നിക്ക് ജേണൽ എൻട്രി നോക്കിയിട്ട് അതേപോലെ പോസ്റ്റ് ചെയ്യുക, അല്ല എങ്കിൽ ക്വസ്റ്റ്യൻ തന്നെ നോക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ടും തയ്യാറാക്കാം. ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വില ₹5,000 കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീവാലുവേഷൻ അക്കൗണ്ടിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിൽ വരും. പ്ലാന്റ് ആൻഡ് മെഷീനറി ₹5,000. രണ്ടാമത് പറയുന്നത് ഫർണിച്ചറിൻ്റെ വിലയും കൂട്ടണം. ഇപ്പോൾ ഫർണിച്ചറിൻ്റെ വില ₹1,000 കൂട്ടേണ്ടത്, 5,000-ൻ്റെ 20%. ഇപ്പോൾ 5,000-ൻ്റെ 20% എന്ന് പറയുന്നത് ₹1,000 ഫർണിച്ചറിൻ്റെ വില 1,000 കൂട്ടുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ തന്നെ കാണിക്കുക ഫർണിച്ചർ 1,000. നെക്സ്റ്റ് വരുന്നത് സ്റ്റോക്കിൻ്റെ വില ഡിക്രീസ് ചെയ്യണം, ₹3,000 കുറക്കണം. അപ്പോൾ സ്റ്റോക്കിൻ്റെ വില 3,000 കുറക്കണമെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക സ്റ്റോക്ക് 3,000. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സിൻ്റെ വില ₹1,000 കുറക്കണം. ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റിയാണ്. ലാബിലിറ്റി കുറക്കാൻ വേണ്ടി റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ക്രെഡിറ്റേഴ്സ് 1,000. ഇത്രയായി കഴിഞ്ഞാൽ റീവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് കംപ്ലീറ്റ് ആയി. ഇനി റീവാലുവേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ വരുന്നത് ₹7,000, ഡിഫറൻസ് വരുന്നത് 4,000. ഈ ₹4,000 ഡിഫറൻസ് രണ്ട് പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈക്വലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അഞ്ജു മഞ്ജു ഈക്വൽ പാർട്ട്നേഴ്സാണ്, 1:1 എന്നുള്ള റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യുക. ദാറ്റ് ഈസ് 2,000 വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ 3 പാർട്ട്നേഴ്സാണുള്ളത്. ഇപ്പോൾ എമൗണ്ട് കോളം ഡെബിറ്റിലും ക്രെഡിറ്റിലും 3 വീതം പ്രൊവൈഡ് ചെയ്യാം. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ്, ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് അഞ്ജുവിൻ്റെയും മഞ്ജുവിൻ്റെയും അതേപോലെ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുക. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഓൺ 30,000, 20,000. പിന്നെ സഞ്ജു എന്ന് പറയുന്ന പാർട്ണർ പുതുതായിട്ട് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 40,000 ആണ്. അത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 40,000 സഞ്ജുവിൻ്റെ കോളത്തിലും കാണിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക റീവാലുവേഷൻ 2,000. അത് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി ആദ്യം അഞ്ജുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഇപ്പോൾ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് 32,000, അത് തന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതി ബാലൻസ് ആയിട്ട് 32,000 കിട്ടി. ഇനി മഞ്ജുവിൻ്റേത് 22,000 ടോട്ടൽ കിട്ടി, അത് തന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതുക, ബാലൻസും 22,000 ആണ്. സഞ്ജുവിൻ്റേത് 40,000 ടോട്ടൽ 40,000 ഡെബിറ്റ് സൈഡിലും ബാലൻസ് ആയിട്ട് വരുന്നതും 40,000 തന്നെ കാണിക്കുക. ഇനി അടുത്തത് നമ്മൾ വരക്കേണ്ടത് പുതിയ ബാലൻസ് ഷീറ്റാണ്. 3 പാർട്ട്നേഴ്സും ചേർന്നിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഓഫ് എ, ബി ആൻഡ് സി. അപ്പോൾ അതിൽ നമ്മൾ പഴയ ബാലൻസ് ഷീറ്റ് ബേസ് ചെയ്തുകൊണ്ട് പുതിയ ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. അപ്പോൾ പഴയ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ആദ്യം അസറ്റ് സൈഡിൽ നമുക്ക് നോക്കാം. അപ്പോൾ അസറ്റ് സൈഡിൽ ആദ്യം പറയുന്നത് ക്യാഷാണ്. ക്യാഷ് 3,000 ആണ്. അപ്പോൾ അതിന് ശേഷം ആ ബാലൻസ് ഷീറ്റ് വരച്ചതിന് ശേഷം വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ആ ചേഞ്ചസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിൽ ഫിഗേഴ്സ് എഴുതേണ്ടത്. ഇപ്പോൾ പഴയ ബാലൻസ് ഷീറ്റിൽ 3,000 ആണ് ക്യാഷ് ഉള്ളത്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞത് പുതിയ പാർട്ട്ണറായ സഞ്ജു 40,000 റുപ്പീസ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്, ക്യാഷായിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ക്യാഷ് കാണിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 3,000 പ്ലസ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്ന 40,000 രൂപ, ടോട്ടൽ 43,000 രൂപയാണ് അസറ്റ് സൈഡിൽ ക്യാഷായിട്ട് കാണിക്കേണ്ടത്. പിന്നെ വരുന്നത് ഡെറ്റേഴ്സായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് 20,000 റുപ്പീസാണ്. അതിൻ്റെ അകത്ത് വേറെ ഡിഫറൻസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അഡ്ജസ്റ്റ്മെൻറ്റിൽ, അതുകൊണ്ട് ഡെറ്റേഴ്സ് 20,000 തന്നെ കാണിക്കാം. സ്റ്റോക്ക് 40,000 ആണ് പഴയ ബാലൻസ് ഷീറ്റിലുള്ളത്. പക്ഷേ അതിന് ശേഷം നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് സ്റ്റോക്കിൻ്റെ വില 3,000 കുറക്കണമെന്ന്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എന്ന് പറയുന്നത് 40,000 മൈനസ് 3,000 37,000 ആണ് സ്റ്റോക്ക് കാണിക്കേണ്ടത്. പിന്നെ ഫർണിച്ചറിൻ്റെ വില 20% കൂട്ടണം. 5,000-ൻ്റെ 20% 1,000 രൂപയാണ് നമ്മൾ വില കൂട്ടിയത്. അപ്പോൾ ഇവിടെയും ആ വില കൂട്ടി എഴുതുക. ഫർണിച്ചർ നേരത്തെയുള്ള 5,000 പ്ലസ് ഇപ്പോൾ കൂട്ടിയ 1,000 6,000 റുപ്പി പുതിയ വില കാണിക്കാം. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി. നേരത്തെ ഉണ്ടായിരുന്നത് 15,000 രൂപയാണ്. 5,000 രൂപ പ്ലാന്റ് ആൻഡ് മെഷീനറി കൂട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പുതിയ വില 20,000 രൂപയാണ്. അത് 20,000 രൂപ അസറ്റ് സൈഡിൽ കാണിക്കുക. ഇനി ലാബിലിറ്റി സൈഡിൽ നോക്കുക. ലാബിലിറ്റി സൈഡിൽ ആദ്യത്തെ ഐറ്റം വരുന്നത് ക്രെഡിറ്റേഴ്സ്
30,000 റുപ്പീസാണ് ക്രെഡിറ്റേഴ്സ്. അതിൻ്റെ വില 1000 രൂപ കുറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1000 രൂപ കുറച്ച് 29,000 റുപ്പീസ് ക്രെഡിറ്റേഴ്സ് കാണിക്കാം. ബിൽസ് പേയബിൾ 3,000. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചപ്പോൾ അഞ്ജുവിൻ്റെയും മഞ്ജുവിൻ്റെയും സഞ്ജുവിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എത്രയൊക്കെയാണോ കിട്ടിയത് അത് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അഞ്ജുവിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കിട്ടിയിരിക്കുന്നത് 32,000 ആണ്. ആ ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അഞ്ജു 32,000. മഞ്ജുവിൻ്റെ ബാലൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 22,000 ആണ്. അത് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സഞ്ജുവിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 40,000 ആണ്. അതും ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കാം. അപ്പോൾ ടോട്ടൽ ക്യാപിറ്റലായിട്ട് വരുന്നത് 94,000 ആണ്. ഇനി ബാലൻസ് ഷീറ്റ് ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. 1,26,000 അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും കിട്ടും. ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇഫ് യു ലൈക്ക് ദി വീഡിയോ, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ. അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.